ഉത്തർപ്രദേശിൽ ഫിറോസാബാദിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർ മരിച്ചു. 6-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ അപകടസ്ഥലത്തെ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുള്ളതിനാൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ PJ അരുൺ ചേരുകയാണ്. അരുൺ, വീണ്ടും ഒരു ദുരന്ത വാർത്ത ഉത്തർപ്രദേശിൽ നിന്നും വരുന്നു. പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. എങ്ങനെയാണ് അപകടമുണ്ടായത്? സയ്യിർ, ഇന്നലെ രാത്രി 10:30 ഈ ഒരു പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ 4 എന്ന് പറയുന്ന മരണസംഖ്യ 5 ആയി ഉയർന്നിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 6-ൽ നിന്ന് ഇപ്പോൾ 10 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുവാൻ കഴിയുന്ന വിവരം. ഇത് ഒരു അനധികൃത പടക്ക നിർമ്മാണശാലയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ ഇതൊരു ജനവാസ മേഖലയിലായിരുന്നു ഈ ഒരു പടക്ക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉഗ്ര സ്ഫോടനത്തെ തുടർന്ന് സമീപ പ്രദേശത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംബന്ധിച്ചിട്ടുണ്ട്. നിരവധി പേർ ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരണം. കൂടാതെ സ്ഥലത്തെത്തിയ ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിൻ്റെ ചുമതലയായിട്ടുള്ളവർ ഇവിടെ ഈ ഒരു സംഭവ സ്ഥലത്തെത്തി നേരിട്ട് പരിശോധന നടത്തുകയുണ്ടായി. കൂടുതൽ പരിശോധന, ഫോറൻസിക് ഫലങ്ങൾ ഉൾപ്പെടെയുള്ളത് പുറത്തു വന്നാൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലുള്ള വിവരമനുസരിച്ച് 5 പേരാണ് ഇതിൽ മരണമടഞ്ഞിരിക്കുന്നത്. മീരാദേവി എന്ന് പറയുന്ന 45 വയസ്സുള്ള മീരാദേവി, 20 വയസ്സുള്ള അമൻ, ഗൗതം കുശ്വാഹ 18 വയസ്സ്, കൂടാതെ 3 വയസ്സുള്ള കുമാരി ഇഷ ഉൾപ്പെടെയുള്ള പിന്നെ തിരിച്ചറിയാവാത്ത ഒരാളുടെ കൂടി മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആകെ 5 പേർ. പടക്ക നിർമ്മാണശാലയാണ്, പക്ഷേ അവിടെ 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിൻ്റെ ഉടമസ്ഥരുടെ കുഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആകാം. പക്ഷേ ഇപ്പോൾ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അരുൺ സംശയം പറയുന്നുണ്ട്. അത് ഇവിടുത്തെ തൊഴിലാളികളാണോ? അത്തരം വിവരങ്ങൾ എങ്ങനെയാണോ? അതെ സയ്യിർ, ഇതിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ജനവാസ മേഖലയിലായിരുന്നു ഈ അനധികൃതമായ പടക്കശാല സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്ത് തന്നെ അതിൻ്റെ ഒരു കെട്ടിടത്തിനോടനുബന്ധിച്ച് തന്നെ ഈ പടക്കശാല നിർമ്മാണ തൊഴിലാളികൾ താമസിച്ചിരുന്ന, അവരുടെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടവും സ്ഥിതി ചെയ്യുന്നു. ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. അവിടെ ഒരു 200 കിലോയോളം കൂടുതൽ അനധികൃതമായി ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ടിയുള്ള വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നു. എങ്ങനെയാണ് ഇതിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള പ്രാഥമികമായ വിവരം ഇപ്പോൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള എന്തെങ്കിലും അപകട കാരണം ഇതിനുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ള കാര്യവും ജില്ലാ ഭരണകൂടം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ SP, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ പോലീസ്, അഗ്നിശമന സേന എന്നീ സേനാംഗങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ സംഭവ സ്ഥലത്ത് എത്തുകയും കൂടാതെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരമെന്ന് പറഞ്ഞാൽ 10ഓളം പേർ ഇപ്പോഴും ഗുരുതരമായി പരിക്കുണ്ട്. കൂടാതെ ഈ ഒരു ബഹുനില കെട്ടിടമായതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരവും എന്തായാലും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വരുന്ന സമയങ്ങളിൽ ഈ ഒരു മരണസംഖ്യ ഉയരാതെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് 10ഓളം പേർ ഇപ്പോഴും പരിക്കിലാണ്. അതിൽ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സയ്യിർ.